ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒപ്പം ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോയിലേക്ക് പോയാലോ? ദിവസേന നമുക്ക് ചുറ്റും ഒരുപാട് ചെറിയ കുട്ടികളാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടി സേഫ് ആണെന്ന്. പക്ഷേ നമ്മൾ സേഫ് ആണെന്ന് വിചാരിക്കുന്നിടത്തായിരിക്കും ചില സമയങ്ങളിൽ അവരുടെ ഏറ്റവും അസ്വസ്ഥത അനുഭവിക്കുന്നതും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നതും. അപ്പോൾ അവരുടെ ലൈഫിൽ കിട്ടുന്ന ഈ അനുഭവം അവരുടെ ജീവിതത്തെ തന്നെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത്രയും തീവ്രമായ ഒരു പ്രശ്നമാണ് കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ മകനുണ്ടായ ഒരു അനുഭവം, അപ്പോൾ ആ അനുഭവത്തോടൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിതിൽ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ ഒരു കഥ പോലെ പറയാം. അവളുടെ മകൻ പഠിക്കുന്നത് 1-ലോ 2-ലോ ആണ്, ചെറിയ കുട്ടിയാണ്. നമുക്കറിയാം അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും കുട്ടിയുടെ ഈ ചേഞ്ച്. അപ്പോൾ അവൻ്റെ സ്വഭാവത്തിലുള്ള പെട്ടെന്നുണ്ടായ ഈ മാറ്റം, ചില വാക്കുകൾ പറയുന്നതും ഭയങ്കരമായ ദേഷ്യവും സങ്കടം പെട്ടെന്ന് വരും, അങ്ങനെയൊക്കെ ആയപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തോ ഒന്ന് തൻ്റെ കുഞ്ഞിന് സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എങ്കിൽ എന്തോ ഒരു കാര്യം അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ തക്ക ഒരു ചിന്ത, എന്ത് ചെയ്യണം എന്നൊന്നും അവൾക്കറിയാത്തത് കൊണ്ട് തന്നെ അവൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ കുട്ടിയോട് ഇങ്ങനെ ചെയ്യുമ്പോൾ അവനെ അടിക്കത്തൊന്നുമില്ല, അവന് പറഞ്ഞു കൊടുക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. അപ്പം നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടത്, നമ്മുടെ കുഞ്ഞ് എന്തോ ഒരു ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്നൊരു ഡൗട്ട് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഒരു നല്ല കൗൺസിലറെ കാണുകയോ, അല്ല എങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ ഇപ്പോൾ സ്കൂൾ കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവരോട് കാര്യം പറയുകയോ ചെയ്ത് ഈ കുട്ടിയിൽ നിന്ന് എങ്ങനെയാണ് അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി എടുക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൗൺസിലേഴ്സ് നമുക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ സംഭവത്തിൽ അവൾക്കത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് അവൾ ഒന്നും തന്നെ ചെയ്തില്ല. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മകൻ പെട്ടെന്നൊരു ദിവസം വന്ന് അമ്മയോടത്ത് പറഞ്ഞു, അമ്മേ, ഈ ചേട്ടൻ എന്നോട് ആ ചേട്ടൻ്റെ ലൈംഗിക അവയവത്തിൽ പിടിക്കാനും അങ്ങനെ എന്നെ നിർബന്ധിപ്പിച്ചു, ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കേട്ടപ്പോൾ അമ്മ വളരെ ഷോക്കായി. കാരണം അവരുടെ ഫാമിലിയുമായി അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു റിലേറ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് തൻ്റെ മകനോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ അമ്മ ഭയങ്കരമായൊരു ഷോക്കിലേക്ക് പോയി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിന്ന് തൻ്റെ മകനുണ്ടായ ഈ അനുഭവം ഒരു ഷോക്കിലേക്ക് അവളെ നയിച്ചു. അപ്പോൾ ആ ഷോക്കിൽ നിന്നുകൊണ്ട് അവൾ പെട്ടെന്ന് പറഞ്ഞത്, ഇല്ല മോനെ, അങ്ങനെയല്ല, അതെന്ന് എന്തോ പറഞ്ഞ് നിസ്സാരമായിട്ട് ഈ സംഭവത്തെ അവൾ ആക്കി പെട്ടെന്ന്. പിന്നെ അവനൊന്നും പറഞ്ഞില്ല, അവൾ കൂടുതലായിട്ടൊന്നും ചോദിക്കാനും പോയില്ല. ഈ കാര്യം കേട്ടപ്പോൾ തന്നെ അവൾ ഷോക്കായിപ്പോയി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ കുഞ്ഞ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള, അവൻ മാനസികമായി അത്രയും പ്രശ്നം അനുഭവിച്ചിട്ട് ഇരുന്ന ഒരു കാര്യം തുറന്നു പറഞ്ഞപ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ നിസ്സാരവൽക്കരിക്കാനോ അവനെ തിരിച്ചു കുറ്റം പറയാനോ പാടില്ല. നിന്നോട് പറഞ്ഞിട്ടില്ലേ അവിടെ പോകരുത്, നിന്നോട് പറഞ്ഞിട്ടില്ലേ വീട്ടിലിരുന്ന് കളിക്കണമെന്ന്, അങ്ങനെ തരത്തിൽ ഒരിക്കലും കുട്ടിയാണ് തെറ്റ് ചെയ്തത് എന്ന് നമ്മൾ ഒരിക്കലും അവൻ്റെ മനസ്സിലിട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ നിസ്സാരമാക്കുമ്പോൾ നാളെ ഈ കുട്ടി ഇതേ കാര്യം മറ്റൊരു കുട്ടിയോട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇവൾക്ക് ആ പയ്യനെ വിളിച്ച് വഴക്ക് പറയാനോ അവരുടെ ഫാമിലിയോട് പറയാനോ ഒന്നും പറ്റത്തില്ല. അത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. ഈ ഒരു പ്രശ്നം പറഞ്ഞാൽ പോലും അവർ വിശ്വസിക്കത്തില്ല. അത്രയും ക്ലീൻ എന്ന് എല്ലാവരും പറയുന്ന ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്നാണ് ഈ മോന് ഇങ്ങനെ ഒരു അവസ്ഥ നേരിട്ടത്. പക്ഷേ അവിടെ അവൾ ചെയ്ത വേറൊരു കാര്യമുണ്ട്. അപ്പോൾ ഇവരടുത്ത ബന്ധുക്കളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുത്തിടെ തന്നെ ഒരു ഫാമിലി ഫംഗ്ഷനായിട്ട് ഇവർക്ക് ഒരുമിച്ച് കൂടാനുള്ള അവസരം കിട്ടി. ആ ടൈമിൽ അവൾ ബുദ്ധിപൂർവ്വം
ഈ കുട്ടിയെ ഇഗ്നോർ ചെയ്തു. ഇവനോട് സംസാരിക്കാനോ ഇവനോട് ചിരിക്കാനോ അടുത്ത് പോകാനോ ഒന്നും കൂട്ടാക്കിയില്ല. ഈ ഒരു പർട്ടിക്കുലർ അതായത് ആ തെറ്റ് ചെയ്ത കുട്ടിയെ ഇഗ്നോർ ചെയ്തപ്പോൾ ഈ മോന് അത് ശ്രദ്ധിച്ചു. അമ്മ ആ ചേട്ടനോടൊന്നും മിണ്ടിയില്ല, അമ്മ ചിരിച്ചില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ അവൻ നല്ല ആക്റ്റീവായി മറ്റു കുട്ടികളോടൊക്കെ കളിക്കാനായിട്ട് തുടങ്ങി. അവൻ അവൻ്റെ വഴിക്ക് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ തെറ്റ് ചെയ്ത പയ്യന് മനസ്സിലായി ചേച്ചി എന്നോട് സംസാരിക്കുന്നില്ല, അപ്പോൾ ആ മോൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവനും ഈ കുട്ടിയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി അവനും പോയി. അപ്പോൾ ഈ ഒരു ഇഗ്നോർ ചെയ്യുന്നത് കുട്ടിക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുകയാണ്. കാരണം ഇത് ചെയ്ത് തെറ്റാണ്, അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് അവൻ്റെ മൈൻഡിൽ അത് ഓക്കെ ആവും. അവൻ നല്ല ചേഞ്ച് ആവുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ആരോടും പറയാതിരിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം മറ്റു കുട്ടികൾക്ക് വീണ്ടും ഈ കുട്ടിയിൽ നിന്ന് ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പറയേണ്ടതാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഓരോ ബന്ധങ്ങളും അതിന് അത്രയും പവിത്രതയോടെ സൂക്ഷിക്കുന്നവർക്ക് പെട്ടെന്ന് അതെല്ലാം വലിച്ചെറിഞ്ഞ് ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥയും നമ്മൾ അംഗീകരിക്കേണ്ടതാണ് ചില അവസരങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുട്ടിയെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ.